റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം ഏതായിരുന്നു? എ 1710 മുതൽ 1815 വരെ, ബി 1815 മുതൽ 1829 വരെ, സി 1798 മുതൽ 1810 വരെ. ആൻസർ എ 1810 മുതൽ 1815 വരെ. റാണി ഗൗരി ലക്ഷ്മിബായിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? എ സൗജന്യ വിദ്യാഭ്യാസം അനുവദിച്ചു, ബി തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ചു, സി തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് ഭരണത്തിന് തുടക്കമിട്ടു. ആൻസർ ബിയും സിയും. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ചത് എന്നാണ്? എ 1811, ബി 1812, സി 1817. ആൻസർ ബി 1812. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റ് ആരായിരുന്നു? എ എമി വാട്സ്, ബി ഹെൻറി നെവിൻ, സി ജോൺ മൺറോ. ആൻസർ സി ജോൺ മൺറോ. തിരുവിതാംകൂറിൻ്റെ നിയമസംഹിതയായ ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത് ആരാണ്? എ ഉമ്മിണിത്തമ്പി, ബി രാമറാവു, സി ജോൺ മൺറോ. ആൻസർ സി ജോൺ മൺറോ. തിരുവിതാംകൂറിന് പുറമെ മൺറോ റെസിഡൻ്റായി പ്രവർത്തിച്ചത് മറ്റെവിടെയും കൂടിയായിരുന്നു? എ മലബാർ, ബി കൊച്ചി, സി മധുര. ആൻസർ ബി കൊച്ചി. തിരുവിതാംകൂറിൻ്റെ ആദ്യ വനിതാ ഭരണാധികാരിയും റീജൻറ്റുമായിരുന്ന റാണി ഗൗരി ലക്ഷ്മിബായി 1815 മരണപ്പെട്ടതിനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ആരാണ്? എ റാണി സേതു ലക്ഷ്മിബായി, ബി ഉമേമ റാണി, സി റാണി പാർവതി ബായി. ആൻസർ സി റാണി പാർവതി ബായി. റാണി പാർവതി ബായിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? എ തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി ആരംഭിച്ചു, ബി സൗജന്യ വിദ്യാഭ്യാസം അനുവദിച്ചു, സി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. ആൻസർ ബി സൗജന്യ വിദ്യാഭ്യാസം അനുവദിച്ചു. തിരുവിതാംകൂറിൻ്റെ വിദ്യാഭ്യാസ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സൗജന്യ വിദ്യാഭ്യാസ പ്രഖ്യാപനം എന്നായിരുന്നു? എ 1817 ജൂൺ 17, ബി 1818 ജൂൺ 15, സി 1818 ജൂൺ 17. ആൻസർ എ 1817 ജൂൺ 17. ചരക്ക് നീക്കത്തിനായി റാണി പാർവതി ബായി നിർമ്മിച്ച പാർവതി പുത്തനാർ എന്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്നു? എ കാപ്പിൽ ടു വേലിക്കായൽ, ബി പൂവാർ ടു വേലിക്കായൽ, സി കഠിനംകുളം ടു വേലിക്കായൽ. ആൻസർ സി കഠിനംകുളം കായൽ ടു വേലിക്കായൽ. റാണി പാർവതി ബായി പ്രവർത്തനത്തിനു അനുവാദം നൽകിയ ക്രൈസ്തവ മിഷണറി സംഘം ഏതായിരുന്നു? എ ചർച്ച് മിഷൻ സൊസൈറ്റി, ബി ലണ്ടൻ മിഷൻ സൊസൈറ്റി, സി ബാസൻ ഇവാഞ്ചിക്കൽ മിഷൻ സൊസൈറ്റി. ആൻസർ ബി ലണ്ടൻ മിഷൻ സൊസൈറ്റി.